ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കപ്പോൾ ഇന്നൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ 1/2 കിലോ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള, കൊച്ചുള്ളി എല്ലാം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ കൊച്ചുള്ളിയാണ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയേ. അപ്പം നമ്മൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഹാഫ് തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പാനാണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും നമുക്കതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർക്കാം. എന്നിട്ട് തേങ്ങാക്കൊന്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങാക്കൊന്ത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഉള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞത് ഒന്നിട്ട് കൊടുത്ത് നല്ലോണം വഴട്ടണേ. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ നമ്മൾ എന്നാ ചെയ്യുന്നത്? സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെ. ഉപ്പിട്ട് നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ട് നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഹാഫ് തക്കാളി നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യും കേട്ടോ. തക്കാളിയുടെ പുളി ഇഷ്ടമുള്ളവർക്ക് ഫുൾ തക്കാളി ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചിലരാണെങ്കിൽ മസാല ചേർത്തിട്ടാണ് തക്കാളി ഇടുന്നത്. പക്ഷെ ഞാൻ ആദ്യമേ തക്കാളി ചേർത്ത് അത് ആവിയിലൊന്ന് വെന്തതിന് ശേഷമാണ് മസാലകൾ ചേർക്കുന്നത്. മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂണ്, ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ നല്ല രീതിയിൽ വഴട്ടിയെടുക്കും. അതിൻ്റെ മസാലയുടെ ആ പച്ചക്കുത്തൽ മണം നല്ല രീതിയിൽ മാറണം. അതുവരെ വഴട്ടണം. അല്ലെങ്കിൽ കറി ഫുള്ള് ഫ്ലോപ്പായി പോവേ. ആ പച്ചക്കുത്തൽ മണം മാറിയില്ലെങ്കിൽ കറി നമ്മൾ കഴിക്കുമ്പം തന്നെ മസാലയുടെ കുത്തൽ നമുക്ക് ഫീൽ ചെയ്യും. മസാല ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ പ്രധാന താരമായ പ്രോൺസ് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രോൺസ് നല്ലോണക്ക് ഒന്ന് വഴട്ടി മസാല, ഉള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇളക്കണം. പിന്നെ ഇതിനകത്ത് വെള്ളം കോരി ആരും ഒഴിക്കരുത് കേട്ടോ. പ്രോൺസിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇപ്പം വേകുമ്പോൾ തന്നെ ഊറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 5 മിനിറ്റ് എന്നിട്ട് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ആ അടപ്പൊന്ന് മാറ്റി നിങ്ങൾക്ക് കാണാം കറിയിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ലേ? നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ആരും വെള്ളം കോരി ആദ്യമേ ഒഴിക്കരുത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഗ്രേവി വേണ്ടവർക്കാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ചെയ്യാം. അതല്ല ഇച്ചിരി കൂടെ ഡ്രൈ ആകേണ്ടവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം, എനിക്ക് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി വെയിറ്റ് ചെയ്തേ. ഇതാ ഡ്രൈ പരുവമാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂകിയതിന് ശേഷം ഇതാ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി.